2024 സെപ്റ്റംബറിൽ നടന്ന എക്സാമിന്റെ UGC നെറ്റ് എക്സാമിന്റെ ആൻസർ കീ ചലഞ്ച് ചെയ്യാനുള്ള ഒരു വിൻഡോ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പം ഏതെല്ലാം ക്വസ്റ്റ്യൻസ് നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റും, ഏതെല്ലാം ക്വസ്റ്റ്യൻസ് നമ്മൾ ചലഞ്ച് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സെഷനാണ്. കൊമേഴ്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസും അതുപോലെ കൊമേഴ്സിൽ റിലേറ്റഡ് ആയിട്ടുള്ള കൊമേഴ്സിന്റെ എക്സാമിന് വന്നിട്ടുള്ള പേപ്പർ 1 ക്വസ്റ്റ്യനുമാണ് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് സബ്സിഡിയറീസ് ആർ ഫുള്ളി ഓൺഡ് ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫുള്ളി ഓൺഡ് ആയിട്ടുള്ള സബ്സിഡിയറി താഴെ പറയുന്നതിൽ ഏതെല്ലാമാണ് എന്നാണ് ചോദിക്കുന്നത്. നാഷണൽ ഹൗസിംഗ് ബാങ്ക്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്, നബാർഡ്, NHB ആൻഡ് നബാർഡ്. പിന്നെ ദ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൻ പ്രൈവറ്റ് ലിമിറ്റഡ്, സെക്യൂരിറ്റീസ് ട്രേഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇതില് തന്നിട്ടുള്ള ഓപ്ഷൻസ് ACD, ADE, BDE, BCE, ഈ 4 ഓപ്ഷൻസ് ആണുള്ളത്. ഇതില് എല്ലാ ഓപ്ഷൻസും തെറ്റാണ്. കാരണം നാഷണൽ ഹൗസിംഗ് ബാങ്കും നബാർഡും 2019 സെൻട്രൽ ഗവൺമെന്റിന് അത് വിറ്റിട്ടുണ്ട്, അത് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. അതായത് ഇപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ നോക്കുമ്പോൾ ACD ആണ്, എയിൽ വരുന്ന നാഷണൽ ഹൗസിംഗ് ബാങ്ക്, അത് ഫുള്ളി ഓൺഡ് സബ്സിഡിയറി അല്ല. ഇപ്പോ രണ്ടാമത്തതിലും വരുന്നുണ്ട്, അതുകൊണ്ട് നാഷണൽ ഹൗസിംഗ് ബാങ്ക് ഫുള്ളി ഓൺഡ് സബ്സിഡിയറി അല്ലാത്തത് കൊണ്ട് രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റാണ്. മൂന്നാമത്തെ ഓപ്ഷനിൽ B വരുന്നുണ്ട്, അതായത് നബാർഡ്. നബാർഡ് ഫുള്ളി ഓൺഡ് സബ്സിഡിയറി അല്ല. അതുകൊണ്ട് 4 ആൻസറുകൾ ശരിയാണ്. സബ്സിഡിയറി അല്ല എന്നുള്ളത് ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്ന വെബ്സൈറ്റിലും അതുപോലെ തന്നെ RBIയുടെ തന്നെ വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. ഫുള്ളി സബ്സിഡിയറീസ് എന്ന് പറയുന്ന ഏരിയാസിൽ ഫുള്ളി ഓൺഡ് സബ്സിഡിയറീസിനെ പറയുന്നത് ഒന്ന് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്, മറ്റൊന്ന് ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൻ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്, മറ്റൊന്ന് റിസർവ് ബാങ്ക് ഇൻഫർമേഷൻ ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്, ഇന്ത്യൻ ഫിനാൻഷ്യൽ ടെക്നോളജി ആൻഡ് ആലിഡ് സർവീസസ് ആണ്, പിന്നെ റിസർവ് ബാങ്ക് ഇന്നോവേഷൻ ഹബ്ബാണ്. ഇത്രയുമാണ് ഫുള്ളി ഓൺഡ് സബ്സിഡിയറീസ് ഉള്ളൂ. ബാക്കി നേരത്തെ നാഷണൽ ഹൗസിംഗ് ബാങ്കും അതുപോലെ തന്നെ നബാർഡും നേരത്തെ ഫുള്ളി ഓൺഡ് സബ്സിഡിയറി ആയിരുന്നു. പക്ഷേ അതാണ് ഇന്ത്യൻ എക്കോണമിയുടെ വെബ്സൈറ്റിൽ പറയുന്നു. ഏർലിയർ ദ RBI had fully ownership in NHB and NABARD, but in April 2019 the government brought the entire shareholding in these institutions from the RBI. അതായത് ഫുള്ളി ഓൺഡ് സബ്സിഡിയറി അല്ല ഇപ്പൊ NHBയും നബാർഡും. അപ്പൊ ആ ക്വസ്റ്റ്യന്റെ ആൻസർ, കൃത്യമായ ആൻസർ ഓപ്ഷനിൽ ഇല്ല. അതുകൊണ്ട് അത് നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മറ്റൊന്ന്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ആൻസിഡന്റ് കണ്ടീഷൻസ് എക്സ്പ്ലെയിൻ ഇന്റർഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ്? ഇന്റർഗ്രൂപ്പ് കോൺഫ്ലിക്റ്റിലെ ആന്റിസിഡന്റ് കണ്ടീഷൻസുകൾ താഴെ പറയുന്നതിൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചത്. പേഴ്സണൽ ഡിഫറൻസസ്, B കോമ്പറ്റീഷൻ ഫോർ റിസോഴ്സസ്, C റോൾ ഇൻകോമ്പറ്റിബിലിറ്റി, പിന്നെ മറ്റൊന്ന് D ടാസ്ക് ഇൻഡിപെൻഡൻസ്, E ജൂറിസ്ഡിക്ഷൻ ആംബിഗ്വിറ്റി എന്നുള്ളതാണ്. ഇതില് നമുക്ക് ഏതൊക്കെയാണ് ആന്റിസിഡന്റ് കണ്ടീഷൻസ് എന്നുള്ളത് നോക്കാം. ഇന്റർ ഗ്രൂപ്പില് വരുന്ന പ്രധാനപ്പെട്ട ആന്റിസിഡന്റ് കണ്ടീഷൻസ് ടാസ്ക് ഇന്റർ ഡിപെൻഡൻസ്, ജൂറിസ്ഡിക്ഷൻ ആംബിഗ്വിറ്റി, മറ്റൊന്ന് കോമ്പറ്റീഷൻ ഫോർ റിസോഴ്സ്, മറ്റൊന്ന് സ്റ്റാറ്റസ് സ്ട്രഗിൾ. ഈ 4 എണ്ണമാണ് ആന്റിസിഡന്റ് കണ്ടീഷൻസ് വരുന്നത്. ഓപ്ഷനിലെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ടാസ്ക് ഇൻഡിപെൻഡൻസ് എന്നാണ് കൊടുത്തത്. അത് തെറ്റാണ്. ടാസ്ക് ഇൻഡിപെൻഡൻസ് അല്ല, മറിച്ച് ടാസ്ക് ഇന്റർ ഡിപെൻഡൻസ് ആണ്. അതുകൊണ്ട് നമുക്ക് അതിനെ ആ ആൻസർ ചലഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കി വരുന്ന പേഴ്സണൽ കോമ്പറ്റീഷൻ ഫോർ റിസോഴ്സസ് ഒക്കെ അതിന്റെ ഭാഗമാണ്. അത് ഓപ്ഷനിൽ കാണിക്കുന്നുണ്ട്.
ജൂറിസ്ഡിക്ഷണൽ ആംബിഗ്വിറ്റി ഉണ്ട്. അതുപോലെ കോമ്പറ്റീഷൻ ഫോർ റിസോഴ്സ് ഉണ്ട്. പിന്നെ ഡി ഡി വരുന്നിട്ട് ടാസ്ക് ഇന്റർഡിപെൻഡൻസ് ആയതുകൊണ്ട്, ഇൻഡിപെൻഡൻസ് അല്ലാത്തത് കൊണ്ടാണ് അത് നമുക്ക് ആ ആൻസർ ചലഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ അസംഷൻസ് അണ്ടർലൈങ് മോഡ്ഗിലിയാനി മില്ലർ തിയറി ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ്. ഇതില് പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ്, heterogeneous expectations, absence of taxes, 100% dividend payout, equivalent risk class. ഇതില് തിയറിയുടെ അസംഷൻസ് വരുന്നത് ഒന്ന് പെർഫെക്റ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ മാർക്കറ്റ്, മറ്റൊന്ന് ആബ്സെൻസ് ഓഫ് ടാക്സസ്, പിന്നെ ഇക്വാലന്റ് റിസ്ക് ക്ലാസസ്. അതുപോലെ തന്നെ ഒരു അസംഷൻ ആണ് 100% ഡിവിഡൻഡ് പേ ഔട്ട് എന്നുള്ളത്. പക്ഷെ ഓപ്ഷനിൽ 100% ഡിവിഡൻഡ് പേ ഔട്ടിന്റെ ഓപ്ഷൻ ഇല്ല. ഇപ്പം ഒന്നാമത്തെ ഓപ്ഷൻ പറയുമ്പോൾ ACE ആണ്. ACയിൽ പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ശരിയാണ്, സി ആബ്സെൻസ് ഓഫ് ടാക്സസ് ശരിയാണ്, ഇ ഇക്വാലന്റ് റിസ്ക് ക്ലാസ് ശരിയാണ്. പക്ഷെ ACE ഓൺലി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റേ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുമ്പോൾ BCE ആണ്. ബി ഹെട്രോജീനിയസ് എക്സ്പെക്ടേഷൻ ഇല്ല, അത് പിന്നെ സി ഉണ്ട്, ഇ ഉണ്ട്. പിന്നെ അതുപോലെ ABCD അതിൽ ബി ഇല്ലാത്തത് കൊണ്ട് പിന്നെ BCDE അവിടെയും എന്താ പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ഒന്നും അതിന്റെ അസംഷനിൽ വരുന്നില്ല, ഹെട്രോജീനിയസ് എക്സ്പെക്ടേഷൻ വരുന്നുണ്ട്. അപ്പൊ ഇതില് ഓപ്ഷനിൽ ശരിയായ ആൻസർ ഓപ്ഷനിൽ അവൈലബിൾ അല്ല. അതുകൊണ്ട് അതും നമുക്ക് ചാലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് അപ്രോച്ച് പ്രധാനപ്പെട്ട 7 അസംഷൻസ് ആണ്. കോർപ്പറേറ്റ് ടാക്സ്, ദർ ഇസ് നോ കോർപ്പറേറ്റ് ടാക്സസ്. മറ്റൊന്ന് ദർ ഇസ് എ പെർഫെക്റ്റ് ക്യാപിറ്റൽ സ്ട്രിക്ട് മാർക്കറ്റ്. മറ്റൊന്ന് ഇൻവെസ്റ്റേഴ്സ് ആക്ട് റേഷണലി. ദ എക്സ്പെക്ടഡ് ഏർണിംഗ്സ് ഓഫ് ഓൾ ദ ഫേംസ് ഹാവ് ഐഡന്റിക്കൽ റിസ്ക് characteristics. പിന്നെ ദ കട്ട് ഓഫ് പോയിന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ എ ഫേം ഈസ് ക്യാപിറ്റലൈസേഷൻ റേറ്റ്. പിന്നെ ദിസ് റിസ്ക് ടു ഇൻവെസ്റ്റേഴ്സ് ഡിപെൻഡ് അപ്പോൺ ദ റാൻഡം ഫ്ലക്ച്വേഷൻസ് ഓഫ് expected earnings and the possibility that the actual value of the variable may turn out to be different from their best estimates. പിന്നെ മറ്റൊന്ന് the dividend payout ratio is 100%. മറ്റൊരു ക്വസ്റ്റ്യൻ, the distribution of data which has a long left tail is known as. ഇത് സ്ക്യൂനെസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്ക്യൂനെസ്സിൽ പോസിറ്റീവ് സ്ക്യൂഡ് ആയിട്ടുള്ളതും നെഗറ്റീവ് സ്ക്യൂഡ് ആയിട്ടുള്ളതും അസ്ക്യൂഡ് ആയിട്ടുള്ളതും ഉണ്ടാവും. അപ്പൊ പോസിറ്റീവ് സ്ക്യൂഡ് ആണെങ്കിൽ അതിന്റെ ടെയില് റൈറ്റിലേക്കും, നെഗറ്റീവ് സ്ക്യൂഡ് ആണെങ്കിൽ അതിന്റെ ടെയില് ലെഫ്റ്റിലേക്കും ആയിരിക്കും. UGCയുടെ ഒഫീഷ്യൽ പ്രൊവിഷണൽ ആൻസർ കീ ആയിട്ട് വന്നിട്ടുള്ളത് ഇപ്പോ പോസിറ്റീവ്ലി സ്ക്യൂഡ് എന്നാണ്. ലെഫ്റ്റ് ടെയിൽ ആണെങ്കിൽ, ലോങ് ലെഫ്റ്റ് ടെയിൽ ആണെങ്കിൽ നോൺ ആസ് ഓപ്ഷൻ 1 ആണ് കാണിക്കുന്നത്, അതായത് പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് കാണിക്കുന്നത്. അത് തെറ്റാണ്. നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആവുമ്പോഴാണ് ലെഫ്റ്റ് ടെയിൽ ലോങ് ആയിട്ട് വരിക. ചിത്രത്തിൽ കാണിക്കുന്നത് പോലെ നെഗറ്റീവ് സ്ക്യൂനെസ് ആവുമ്പോൾ ലെഫ്റ്റിലേക്കായിരിക്കും ലോങ് ടെയിൽ വരും. ഇനി കൊമേഴ്സിലെ തന്നെ ഷിഫ്റ്റ് 2-ൽ വന്നിട്ടുള്ള പേപ്പർ 1-ൽ ഒരു ക്വസ്റ്റ്യൻ, ഡിസെൻട്രി ഈസ് എ വാട്ടർ ബോൺ ഡിസീസ് കോസ്ഡ് ബൈ വാട്ടർ കണ്ടാമിനേറ്റഡ് ബൈ എന്നാണ്. അതിന് കൊടുത്തിട്ടുള്ള ഓപ്ഷന് വൈറസ്, ബാക്ടീരിയ, ഫംഗി, പ്രോട്ടോസോവ എന്നുള്ളതാണ്. ഇതില് അവരുടെ UGCയുടെ ഒഫീഷ്യൽ ആൻസർ കീ, പ്രൊവിഷണൽ ആൻസർ കീയിൽ വന്നിട്ടുള്ളത്, പ്രൊവിഷണൽ ആൻസർ കീയിൽ വന്നിട്ടുള്ളത് 4-മത്തേത്, അതായത് 4th ഓപ്ഷൻ ആണ് വന്നിട്ടുള്ളത്, പ്രോട്ടോസോൺ എന്നാണ്. എന്നാൽ ഡിസെൻട്രി എന്നുള്ളത് ബാക്ടീരിയ വഴിയും അതുപോലെ പ്രോട്ടോസോ വഴിയും 2 രീതിയിലും ഉണ്ടാവാൻ സാധ്യത. അപ്പൊ ഓപ്ഷൻ 2 സെലക്ട് ചെയ്തിട്ടുള്ള ഒരാൾക്കും ഇത് ശരിയായ ആൻസർ ആയിട്ട് കാണിക്കണം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ വെബ്സൈറ്റിൽ ഡിസെൻട്രിയുടെ അവിടെ പറയുന്നുണ്ട്, it can be caused by a number of infectious agents ranging from virus and bacteria to protozoa and parasitic worms. It may also result from chemical irritation of intestines എന്ന് പറയുന്നത്. അപ്പൊ പ്രോട്ടോസോവയും ബാക്ടീരിയയും ഒക്കെ ഇതിന് കാരണമാകും. അതുകൊണ്ട് പ്രോട്ടോസോവ എന്നുള്ളത് മാത്രം ഒരു ഓപ്ഷൻ അല്ല, ബാക്ടീരിയയും അതിന് കാരണമാകുന്ന വാട്ടർ ഈ ഡിസെൻട്രിക്ക് കാരണമാകുന്ന ഒരു
കാര്യമാണ് ബാക്ടീരിയ എന്നുള്ളത്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ തവണ ചലഞ്ച് ചെയ്യാൻ പറ്റും. ആൻസറിങ് കീയിൽ നിന്ന് ചലഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ടുള്ള പേപ്പർ 1-ന്റെയും പേപ്പർ 2-ന്റെയും ക്ലാസ് അടുത്ത സെഷനിലേക്ക്, ഡിസംബർ സെഷനിലേക്ക് ഒക്ടോബർ 1 തുടങ്ങും. അടുത്ത ഡിസംബർ സെഷനിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ആളുകളും എത്രയും പെട്ടെന്ന് എജുവൈസ് സംഘടിപ്പിക്കുന്ന, എജുവൈസ് കണ്ടക്ട് ചെയ്യുന്ന ഇന്റൻസീവ് കോച്ചിങ് ജോയിൻ ചെയ്യുക. താങ്ക് യു.